എന്റെ മെന്നെ താഴെ ചാകരയാടോ ചാകര. 30, 35, 38 റേഞ്ചുള്ള കുട്ടികള് വണ്ടി കണക്കിന് വന്നങ്ങടെ ഇറങ്ങല്ലേ. ഒന്ന് കൂട്ടുവാടോ മെന്നെ. തനിക്കറിയാലോ ഞാൻ കല്യാണം കൂടാനും സദ്യ ഉണ്ണാനും ഒന്നും വന്നതല്ലെന്ന്. എനിക്ക് ഈ പെണ്ണുങ്ങളുടെ ശീവേലി കിടന്നിട്ട് ഒന്ന് അർമാദിക്കണം. താവാ. എന്താ തനിക്ക് പറ്റിയേ? വന്നപ്പോ ഉള്ള ഉഷാർ അങ്ങോട്ട് കാണാനില്ലോ. ദേ നല്ല നാടൻ അന്തിക്കള്ള് ഇവിടെ കിട്ടും. അത് 2 ഗ്ലാസ് അങ്ങോട്ട് അടിക്കുക, എന്നിട്ട് താഴത്തേക്ക് ഇറങ്ങുക. നല്ല സ്ത്രീകളുടെ ഇന്ന് കുട്ടികളെ ഇങ്ങോട്ട് വാങ്ങുക, നല്ല സ്ത്രീകൾക്ക് കുട്ടികളെ അങ്ങോട്ട് കൊടുക്കുക വാങ്ങുക. ഇങ്ങനെ അർമാദിച്ച് ഒരു സ്പർശന സുഖം, ഒരു ടച്ചിങ്സ്. അപ്പൊ ഞാൻ പോയിട്ട് കള്ളും ബാക്കി കാര്യങ്ങളും സംഘടിപ്പിച്ചിട്ട് പിന്നീട് വരാം. ആരും ഒന്നും സംഘടിപ്പിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. പവി, തറവാട്ടിലേതൊന്നും പതിവില്ലാത്തതാ. പിന്നെ നിങ്ങൾ എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ, അപ്പൊ പിന്നെ ഞാൻ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണ്ടേ? പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. പിന്നെ ഇത് മുഴുവൻ എടുത്ത് വിഴുങ്ങി അടിച്ച് വീലായി തലയും കുത്തിന്ന് വാള് വെക്കാൻ നോക്കരുത്. നീ പേടിക്കണ്ട, നിന്റെ അച്ഛൻ ഓവറാവാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ നാരായണേട്ടന്റെ കാര്യം പറഞ്ഞേ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലെല്ലാരും കൂടെ ഒന്നിച്ചു കൂടിയതല്ലേ, അപ്പൊ രാത്രി മുഴുവൻ പാട്ടും കൂത്തും മേളം ഒക്കെ ഉണ്ടാവും. എപ്പോഴാച്ചാ താഴേക്ക് വരാം. പെട്ടെന്ന് എഴുന്നള്ളണേ. നെറ്റിപ്പട്ടം കെട്ടണേ. മെന്നെ നമ്മള് മനസ്സിൽ കണ്ടപ്പോഴേക്കും അവള് മരത്തിൽ കണ്ടു. താൻ എത്രയും വേഗം തന്റെ മോനെ കൊണ്ട് ആ പെണ്ണിനെ അങ്ങോട്ട് കല്യാണം കഴിപ്പിക്കേ. വേറൊന്നിനുമല്ല, ഇങ്ങനൊരു പെണ്ണിനെ മരുമോളായി കിട്ടിയാ എനിക്ക് വല്ലപ്പോഴും തന്റെ വീട്ടിൽ വന്ന് 2 വീശാലോ. എന്നാ പിന്നെ ഞാൻ സമയം കളയാണ്ട് വെള്ളവും ഗ്ലാസും ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാം. ദേ എനിക്കിന്ന് നന്നായിട്ട് കുട്ടിച്ച് ഇങ്ങോട്ട് അർമാദിക്കണം. എവിടെ ബാത്റൂം? വേറൊന്നുമില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഛർദിക്കാനാ. ഇന്ന് ഞാൻ ഛർദിച്ച് ഇവിടെ കൊള്ളാക്കുന്നു ഞാൻ. അല്ല, നിനക്ക് ആ പാട്ടുകാരി കുട്ടിയെ നേരത്തെ അറിയോ? കുട്ടിയെ? അത് ടീച്ചറാ. അവരുടെ വീട്ടിലല്ലേ അഞ്ജന താമസിക്കുന്നത്. എന്താ പാട്ട്, എന്താ ശരീരം? ശരീരമല്ല, ശാരീരം. എനിക്ക് തെറ്റിയതല്ല, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ശരീരം. ആട്ടെ, അവര് പാട്ട് പഠിപ്പിക്കോ? താനിങ്ങനെ മോന്ത വീർപ്പിക്കണ്ടോ? എന്താ ചില്ലറ വേണ്ടെന്ന് വെച്ചാ കൊടുക്കാന്ന്. അവരങ്ങനെ ചില്ലറക്കാരിയൊന്നുമല്ല. പിന്നെ ആർട്സ് കോളേജിലെ മ്യൂസിക് പ്രൊഫസറാ. അല്ല, നാരായണേട്ടന് ഇപ്പൊ എന്താ വേണ്ടേ? താലി കണ്ടില്ല. എന്ത്? കഴുത്തില് താലി കണ്ടില്ലെന്ന്. ഒരു സ്ത്രീയെ കണ്ട എവിടെയൊക്കെ നോക്കും? നീ കാര്യം പറ, താലി കണ്ടില്ല. കല്യാണം കഴിക്കേണ്ട കഴുത്തിലോടുന്ന താലി ഉണ്ടാവുക. കിടന്ന അപ്പൊ ഉറങ്ങും പാവം. മോനെ, നീ ഒരു വാക്ക് അവരോട് പറ, ഞാൻ റെഡിയാ. കല്യാണക്കാര്യം പറഞ്ഞോണ്ട് ടീച്ചറുടെ അടുത്തേക്ക് ചെന്നാലേ അവര് ചെരുപ്പൂരി മോന്തക്കടിക്കും. അടി ഞാൻ കൊണ്ടോളാം. എന്നാലും നീ ഒന്ന് പറഞ്ഞു നോക്ക്. പോയ ഒരു വാക്ക്, കിട്ടിയ ഒരു ചരക്ക്. സംസാരിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ. ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് ആർക്കും തടുക്കാൻ പറ്റില്ലല്ലോ. നേരം വിളിക്കണ വരെ ഞാൻ സ്വപ്നം കാണും. കള്ളത്താടിക്കാരൻ. മോനെ, നമുക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കാം. മോ ഇവിടെ കിടന്നോ. എനിക്ക് പേടിയാ. ഈ പണ്ടാറ എന്റെ രസവള്ളി പൊട്ടിച്ചേ. എന്റെ അമ്മേ! എന്താണോ? എനിക്ക് എന്റെ അമ്മയെ വിളിക്കാൻ പാടില്ലേ? എന്താ എടുക്കാത്ത? മോളെ ആരോടും പറയണ്ട, ഇതിന്റെ അകത്ത് ഫിലിം ഒന്നും ഇല്ലേ. പിന്നെ ഇതിൽ കൂടെ നോക്കുമ്പോ ഒരു കുളിർ മാത്രമേ ഉള്ളൂ. ഓ, അത് ശരി. ആന്റിയുടെ ഹസ്ബൻഡേ പട്ടാളത്തിലാ. അധികം കുളിരുണ്ട്, പനി പിടിക്കും. കൂട്ടുകാരെവിടെ? കണ്ടില്ലല്ലോ. ചെറുക്കൻ ഷെഡ് കാണാനില്ല, ഷർട്ട് കാണാനില്ല എന്ന് പറഞ്ഞ അവളെ തെണ്ടി തിരിഞ്ഞു നടക്കുന്നു. വയസ്സ കാലത്ത് തന്നെ താടിയൊക്കെ ചീകി റെഡിയാക്കിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും പെണ്ണുങ്ങളുടെ വായി നോക്കി നിൽക്കുന്നുണ്ടാവും. എന്നാ ഞാൻ പോയി നോക്കിട്ട് വരാം. ചെല്ല്. ഓ പട്ടാവ. അച്ഛൻ എന്ത് പണിയെ കാണിച്ചേ? പെട്ടിക്കകത്ത് വേറൊന്നും കണ്ടില്ല, അതുകൊണ്ടല്ല ഞാൻ എടുത്തിട്ടത്. എനിക്ക് വൈകിട്ടുണ്ട് നടക്കാൻ. ആളുകൾ മുഴുവൻ എന്നെ നോക്കുക ഏതൊരു പുതിയ ജീവിയെ പോലെ. ഇങ്ങോട്ട് ഒരിക്കും. ഇതിപ്പോ എല്ലാരും കണ്ടുപോയില്ലേ? താലി കെട്ട് വരെ ഞാനിടാം. സദ്യക്ക് നീ കിട്ടോ? സദ്യക്കാ? അയ്യടാ. എന്താ രണ്ടുപേരും കൂടെ മാറുന്നൊരു വഴക്ക്? അയ്യേ, പവിക്കത് എവിടുന്ന് കിട്ടിയ അമ്മാവൻ? ദേ, അച്ഛനെ കണ്ടോ? നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ ആര് കണ്ടാലും ഇത് അച്ഛനും ഇത് മോനും വന്നേ പറയൂ. എല്ലാരും അങ്ങനെ പറയുന്നത്. മുഹൂർത്തായി. ചവി ഇവിടെ വരണില്ലേ? ചവി തന്റെ അപ്പൂപ്പനാ. വരാടോ തന്റെ 16-ന്. ഇവര് നന്നാക്കി തരുമോ മാവാ? അങ്ങനല്ല.
നാട്ടിൽ കൊടുമക്കളെ അത്. വേണ്ട നിക്കണോ എന്താണ് അവിടെ കാര്യം? ഈ വണ്ടിക്ക് ഒരു ചെറിയ ട്രബിൾ. കൃത്യമായി ഇതിന്റെ മുമ്പിൽ തന്നെ വരുമ്പോ തന്റെ വണ്ടിക്ക് ഒരു ട്രബിളോ? മെക്കാനിക്ക് വല്ലതും ഉണ്ടോന്ന്. ഏത് മെക്കാനിക്ക്? ആരുടെ ഈ വണ്ടി? എന്താ തന്നെ കുക്കിനൊരു വണ്ടിയോ? ജീപ്പി പോയി വീടോ? ചെല്ല. എന്താണ് അവിടെ കാര്യം? അങ്കിളിന്റെ വണ്ടി. അങ്കിളിന്റെ വണ്ടി കോളയിപ്പടാ. ചെല്ല. നിന്റെ കടയിൽ കഞ്ചാവ് ബിസിനസ് ഉണ്ടോ? ഇല്ലില്ലേ ഉണ്ടില്ല. ഉണ്ടില്ലേ? ഒരു പഴം ഇങ്ങോട്ട് എടറേ. ആ എലിയമ്മ വാ. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, എടുത്തു തിന്നുമല്ലോ. നിങ്ങളുടെ കൂടെ പോയില്ലേ? റെഡിയായി. എന്തോ റെഡിയായി? വണ്ടി റെഡിയായി. അതിനിടയ്ക്ക് അങ്ങ് റെഡിയായോ? അപ്പൊ അവനെ ഉദ്ദേശിച്ച് നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു. കയറി വണ്ടിയില്ലേ? വണ്ടി വിടാ. ആ അടാ വിട്ടുവെക്കോ. വീട് പിടി. മേലാൽ ഈ ഭാഗത്ത് കണ്ടാലുണ്ടല്ലോ, പ്രായമൊന്നും ഞാൻ നോക്കത്തില്ല. ചെല്ല. ആ വല്ല സോഡയൊക്കെ വാങ്ങിച്ചു കുടിച്ചോ. രാവിലെ ആരും ഒന്നും കഴിച്ചതല്ലോ. ചേട്ടന്റെ ചിരി ഞാൻ നിർത്തി തരാം. വന്നേ. അല്ല സാറേ, ഇതെന്താ പെണ്ണ് കാണാൻ പോയോ? അല്ല, പുതിയ വേഷം കണ്ടിട്ട് ചോദിച്ചതാ. ഇത് പുതിയൊന്നുമല്ല, പഴയതാ. നിന്റെ മോലാളിയുടെ ഗ്ലാമർ കളയണ്ടെന്ന് വെച്ചിട്ടല്ലേ ഞാൻ കളവനായിട്ട് നടക്കുന്നത്. ആ മീശയും താടിയും കൂടി ഒന്ന് കറുപ്പിക്കാമായിരുന്നു. എന്താ എന്താ അലമാരിയില് പഴയ പാന്റൊക്കെ ഇരിക്കുന്നു. സംഭവം നല്ല സ്മാർട്ട് ആയിട്ടുണ്ടെന്നാ കണ്ടവരൊക്കെ പറഞ്ഞത്. നിനക്കെന്ത് തോന്നുന്നു? എനിക്ക് തോന്നണത് പറഞ്ഞാ ചിലപ്പോ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കും. അല്ല, ഓഡിറ്ററെ കണ്ടോ? പിന്നെ കാണാണ്ട്. പക്ഷേ അയാൾ ആള് ശരിയല്ല. അതെന്താ? അയാൾ ഇന്ന് ഫ്രീ ആണ്, എക്സ്ക്ലൂസീവ് ആയിട്ട് എന്റെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ചെന്നത്. അവിടെ ചെന്നപ്പോഴോ ഒരു പൂരത്തിന്റെ ആള്. അപ്പൊ ആളെ കണ്ടില്ല. കാണാതെ പോരണമെങ്കിൽ മേനം വേറെ ജനിക്കണം. ഞാൻ ഇടിച്ചങ്ങ് കേറി. നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് മതി എന്തൊന്ന് തീർത്തങ്ങ് പറഞ്ഞു. കംപ്ലീറ്റ് ഫയലും ക്ലോസ് ചെയ്യും. അതേതായാലും നന്നായി. അച്ഛനകത്തേക്ക് വാ. ടയർഡായിട്ട് വരികയല്ലേ? നമുക്കിനി കുറച്ച് വെള്ളം കുടിക്കാം. അച്ഛനിനി എ സിയിലിരുന്ന് ചായ കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് പോയാ മതി. ഓ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നിനി വയ്യ. ഹലോ മേനോൻ. ഓഡിറ്റർ സാർ അപ്പൊ ഒന്നു അച്ഛൻ അറിഞ്ഞൂടെ, ഇത് ഡബിൾ റോളാ. ഒന്ന് വീട്ടിലും ഒന്ന് ഇവിടെ. എന്താ ആളെ കളിയാക്കുന്നു? എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ നമ്മൾ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാക്കിയെടുത്തത് ദൈവം നമ്പരാന് മാത്രമേ അറിയാവൂ. നിന്റെയൊക്കെ പ്രായം കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നിലയിൽ എത്തിയത് ഇല്ലേ സാറേ? പിന്നെ ആ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇവരൊക്കെ എന്നാ ഇനി ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നേ? അല്ലേ? അച്ചോ, കള്ളനോ? നിന്റെ അച്ഛനാ? എന്റെ അച്ഛന് പറഞ്ഞോണ്ടല്ലോ അടിച്ചു ശരിയാ പട്ടി. കൃഷ്ണകുട്ടി മേനോനാണെന്ന് നിന്റെ അച്ഛൻ. അച്ഛനോ? അച്ഛനെങ്ങനെ കരിഞ്ഞുപോയെ? അടുക്കളയിൽ ഗ്യാസ് വല്ലതും ലീക്ക്? ഞാൻ ഒന്ന് ഡൈ ചെയ്യാൻ നോക്കിയതാ. ഡൈ ചെയ്യാനോ? അച്ഛൻ ഇപ്പൊ ചാവാൻ മാത്രം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായേ? ആ ഡൈ അല്ലടാ, ഒന്ന് കറപ്പിച്ചതാ. ഓ അതെ, ഒന്ന് നിന്നേ. എന്താ പെട്ടെന്ന് ഒരു കറപ്പിക്കല്? അതെ, ആ ഷോപ്പിംഗ് കോംപ്ലക്സിലും ജംഗ്ഷനിലും ഒക്കെ ഭയങ്കര റൂമർ. എന്ത് റൂമർ? ഞാൻ നിന്റെ അപ്പൂപ്പനാന്ന്. അത് റൂമറാണോ? നീ മാത്രം അങ്ങനെ ഗ്ലാമറായിട്ട് നടന്നാ മതിയോ? ഞാനും ഒന്ന് സ്മാർട്ട് ആവട്ടറാ. എന്നാ പിന്നെ അറിയാവുന്നവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്ക്. ഇല്ലെങ്കിൽ നാട്ടുകാരെന്താ പറയാന്നറിയോ? മകൻ അച്ഛന്റെ തലയിൽ കരിയോയിൽ കമത്തിന്ന്. എന്താണ് ഒരിളക്കം? കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തളക്കം? വേണ്ട മോനെ, കൊക്ക് കറുത്താൽ കാക്കിയാവില്ല. പോരാത്തതിന് ഇതേ ഓൾഡ് സ്റ്റോക്കാ. പെട്ടെന്നൊരു ചുവന്ന മഴ പെയ്താ കംപ്ലീറ്റ് ചുമപ്പാവും. പുറകെ പ്രാണിമഴയും. നല്ല രസമായിരിക്കും കാണാൻ. കുളിക്കാൻ കിണർ പോലും ഉണ്ടാവില്ല. കാലം അതാ.